ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് ചെറിയ പനിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് ചുണ്ടങ്ങ വെച്ചിട്ടുള്ള ഒരു തീയലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറമ്പിലൊക്കെ ഉണ്ടായി കിടന്നപ്പോൾ ഞാനിത് ആദ്യമൊക്കെ വിചാരിച്ചത് വിഷക്കായാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇതിനെ നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ റീൽസിലും അല്ലാതെയൊക്കെ ഇതിൻ്റെ തീയൽ വെക്കുന്നത് എങ്ങനെ കണ്ടു. അപ്പം ഞാൻ സാധാരണ തീയൽ വെക്കുന്ന രീതിക്ക് ഒന്ന് വെച്ച് നോക്കാമെന്ന് കരുതി ഇതെല്ലാം ഞാൻ ഒന്ന് പറിച്ചെടുത്തു. അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളയണം കേട്ടോ. ഞെട്ടൊന്ന് കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുക്കുക. ഇത് കുറച്ച് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ കറക്റ്റായിട്ട് ആ കുരു ഒന്നും പോയില്ല എങ്കിൽ കഴിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്, കറയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ ഇതേപോലെ ഈ ഒരു ഇടിക്കല്ലിലോ ഇട്ടിട്ട് ഒന്ന് കുത്തി ചതച്ചെടുക്കുക. അതായത് അതിൻ്റെ അകമൊക്കെ നല്ലോണം പൊട്ടി ഇങ്ങ് പോരട്ടെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുരു ഉണ്ടല്ലോ, ആ ഒരു കുരു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആ കുരു കിടന്നു കഴിഞ്ഞാൽ ഒരു പൊള്ളിച്ചയോ അല്ലെങ്കിൽ ഒരു കയ്പ്പ് പോലെയൊക്കെ നമ്മുടെ കറിക്ക് ഫീൽ ചെയ്യും. നമുക്കത് കഴിക്കാനും പാടാണ്. അപ്പോൾ നല്ലപോലെ ചതച്ച് നമ്മളൊരു പാത്രം വെള്ളത്തിലേക്കിട്ട് നല്ലോണം ഞെരടി പിഴിഞ്ഞ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കിനും ഓൾറെഡി അതിൻ്റെ അകത്തുള്ള ആ കുരുവൊക്കെ അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ അങ്ങനെ ഒരു 3-4 പ്രാവശ്യത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് അതിൻ്റെ അകത്തുള്ള കുരു മൊത്തം പോയത്. അപ്പോൾ അത് മൊത്തം പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലോണം കഴുകി വാർന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ തീയൽ വെക്കുന്ന ആ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1.5 പിടിയെ നമ്മുടെ ചുണ്ടങ്ങ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേയൊക്കെ ഞാൻ വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടാന്നും കരുതിയിട്ട്. ഇപ്പം ഇതിൻ്റെ ആവശ്യം വന്നപ്പം നമുക്കത് തികയൊന്നുമില്ല. അപ്പം അരമുറി തേങ്ങ, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചുമന്നുള്ളി, അത്, പിന്നെ ഒരു 1/4 സ്പൂൺ ഞാൻ ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് തന്നെ ആയിട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി കഴിയുമ്പം ഒരു 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ ഒരു കണക്കിന് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഈ ഒരു തേങ്ങ മൂപ്പിച്ചെടുക്കുക. തേങ്ങ ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ വേണം നമ്മൾ പൊടി ചേർക്കാൻ. അതായത് തേങ്ങയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ വേണം പൊടി ചേർക്കാൻ. അല്ലെങ്കിൽ ലാസ്റ്റ് നേരത്തെ പൊടിയിട്ട് ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനത്തെ രീതിയിലാട്ടോ ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 സ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മുമ്പ് ആഡ് ചെയ്യേണ്ടതാണ്, അതേ മറന്നുപോയി. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നല്ല ബ്രൗൺ കളറിൽ മൂപ്പിച്ചെടുത്താൽ കറിക്ക് നല്ല ബ്രൗൺ കളർ കിട്ടും. എന്നിട്ട് നമ്മുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. തേങ്ങ എത്രത്തോളം വറുത്ത് വരുന്നുണ്ടോ അത്രത്തോളം കളർ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ മൺചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഞാൻ നല്ല രീതിക്ക്, അതായത് കൂടുതൽ ചെറിയ ഉള്ളി ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പില എനിക്ക് പിന്നെ വീക്ക്നെസ് ആണ് കേട്ടോ. പിന്നെ ഒരു മുറിച്ച ഒരു മുളകും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി കഴുകി വാരി വെച്ചിട്ടുള്ള ആ ഒരു ചുണ്ടങ്ങയും കൂടെ ചേർത്ത് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ചുണ്ടങ്ങയ്ക്ക് അത്യാവശ്യം വേവുണ്ടെന്നാണ് തോന്നണത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ മൂപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ പിന്നെ അരപ്പൊക്കെ ആഡ് ചെയ്തത്. അപ്പോൾ ഇത് അരപ്പ് ആഡ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇച്ചിരി നമ്മുടെ പിഴുപുള്ളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞ് ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പുളിക്ക് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പുളി തോന്നിയില്ല എന്ന് കരുതിയിട്ട് വീണ്ടും ഒന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. പിന്നെ ഞാൻ ഓൾറെഡി പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ചുണ്ടങ്ങയ്ക്ക് അതിന് വേറെ വെള്ളമൊന്നും വരാനില്ല, കാരണം ഓൾറെഡി അതിനെ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞാണ് ഇടുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് ഈ ആ ഗ്രൈൻഡർ കലക്കിയ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇനിയും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ഉപ്പ് വേണമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക. ആദ്യം ഒരു 10 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് നേരം ആ കറി അവിടെ കിടന്നൊന്ന് കുറുകി വരുമ്പോഴത്തേക്കിനും നല്ലപോലെ വറ്റി വരുമ്പോഴത്തേക്കിനും സെറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ അടി പിടിക്കാതിരിക്കാൻ ഇളക്കി കൂട്ടിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിത് വെറുതെ കിടക്കുന്ന സമയത്ത് ഈ ഒരു കറിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കരുതില്ല. മീൻ വറുത്തത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ചോറ് ഈ ഒരു കറി കൂട്ടിയാട്ടോ കഴിച്ചത്.
നമ്മുടെ പാവയ്ക്കയില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.